യേശുക്രിസ്തുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങളെ ഈ ഹോപ്പ് ചാനൽ സ്റ്റുഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം മൗണ്ട് സൈനായിലെ അനുഭവത്തെക്കുറിച്ചാണ്. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിലായിരിക്കാനും തിരുവചനം ധ്യാനിപ്പാൻ തന്നിരിക്കുന്ന ഈ വലിയൊരു സമയത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് നടക്കുന്ന ഇടങ്ങളിൽ പഠനത്തെ അനുഗ്രഹിക്കണമേ, അവിടുത്തെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ, ഇടങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ആകർഷിക്കണമേ. എല്ലാം യേശുവിൽ കൂടി താഴ്മയുടമനെയുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. മൗണ്ട് സൈനായ്, സീനായ് പർവ്വതം, അതെ, അവിടെ നടന്നതായ കാര്യത്തെക്കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ അത് വളരെ അതിശയവും വളരെ അത്ഭുതകരവുമാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു ചെല്ലുകയാണെങ്കിൽ മോശ സീനായ് പർവ്വതത്തിലേക്ക് കയറിപ്പോവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അതിനു മുൻപായിട്ട് ജനമെല്ലാവരും ഒരുങ്ങണം എന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം നാം കാണുന്നതായ കാഴ്ച എന്താണ്? നമുക്ക് വായിക്കാം. 19-ാമത്തെ അധ്യായത്തിൽ ഏതാനും ചില വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. 19 മുതൽ ഞാൻ വായിക്കുന്നു. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ച് വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് അരുളി ചെയ്തു, യഹോവ സീനായ് പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിൻ്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. അപ്പോൾ അവിടെ കാണുന്നതായ കാഴ്ച എന്താണെന്നറിയാമോ? അതെ, അവിടെ മുഴുവനും വളരെ പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിൽ, അതെ, അവിടെ തീയ്, അതുപോലെ തന്നെ പുക, അതുപോലെ ആകമാനമായ ഒരു വലിയ സംഭവങ്ങളാണ് അവിടെ ചിത്രീകരിക്കുന്നത്. കാരണം യഹോവ സീനായ് പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിൻ്റെ പുക തീച്ചുള്ളയിലെ പുക പോലെ പൊങ്ങി പർവ്വതം ഒക്കെയും ഏറ്റവും കുലുങ്ങി. അപ്പോൾ കാഹളധ്വനി ഉറച്ചുറച്ച് വന്നു. അപ്പോൾ ഈ ചിത്രീകരണത്തിൽ നാം കാണുന്നത് മറ്റൊന്നുമല്ല, ദൈവം ഇസ്രായേൽ മക്കളോട് സംസാരിപ്പാൻ തക്കവണ്ണം അവർക്ക് ദൈവത്തിൻ്റെ വിശുദ്ധമായ 10 കൽപ്പന കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു പ്രകമ്പനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അവിടെ നടന്നതായ കാര്യത്തെക്കുറിച്ചാണ് ഈ 19-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. വീണ്ടും നാം 20-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ കാണുന്നത് എന്താണ്? അതായത് ദൈവം 10 കൽപ്പന അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് മാത്രമല്ല കൽപ്പലയിൽ എഴുതി കൊടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ തക്കൊണ്ട് സാധിക്കും. അതെ, ഇത് ഈ 10 കൽപ്പനകളെക്കുറിച്ച് ഒരു എഴുത്തുകാർ ഇപ്രകാരം പറയുന്നു: ദ ലോ ഓഫ് ഗോഡ് ഫ്രം ഹിസ് വെരി നേച്ചർ ഈസ് അൺചേഞ്ചബിൾ. ഇറ്റ് ഈസ് എ റെവലേഷൻ ഓഫ് ദി വിൽ ആൻഡ് ദ ക്യാരക്ടർ ഓഫ് ദി ഓതർ. ഗോഡ് ഈസ് ലവ് ആൻഡ് ഹിസ് law is love. Its two great principles are love to God and love to man. So love is the fulfilling of the law. ഈ ഒരു കാര്യത്തെയാണ്, അതായത് ദൈവത്തിൻ്റെ നിയമം അത് മാറ്റമില്ലാത്തതാണ്. ആ ദൈവത്തിൻ്റെ നിയമം അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു. മനുഷ്യനും ദൈവവും തമ്മിലുള്ളതായ സ്നേഹത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേ, ദൈവത്തിൻ്റെ കൽപ്പന സ്നേഹം തന്നെയാണ്, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ നിറവേറലാണ് ദൈവത്തിൻ്റെ കൽപ്പനയിൽ കാണുന്നത്. അപ്പോൾ ഈ 10 കൽപ്പനയെക്കുറിച്ച് നാം ഏതാനും ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇത് കൊടുത്ത ദൈവം എങ്ങനെയുള്ളവനായിരുന്നു, അത് ദൈവത്തിൻ്റെ സ്വഭാവം അവിടെ കാണുവാൻ സാധിക്കും. കാരണം ദൈവം പരിശുദ്ധനാണ്. അതിനെക്കുറിച്ച് യെശയ്യാവ് 6-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്ന ഇപ്രകാരമാണ്: ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറയുകയാണ്. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു: ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ദൈവത്തിൻ്റെ വിശുദ്ധിയെ അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്ത്? ദൈവത്തിൻ്റെ 10 കൽപ്പന. ഇനി അത് മാത്രമല്ല, ഈ 10 കൽപ്പനയെക്കുറിച്ച്, അതായത് ദൈവം ആത്മാവായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കൽപ്പനയും ആത്മീയമാകുന്നു എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:23 വാക്യം പറയുന്നത്: സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു.
അതേ, റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം ഞാൻ വീണ്ടും വായിക്കുകയാണ്. ന്യായപ്രമാണം ആത്മീകം എന്ന് അറിയുന്നല്ലോ. അതായത് ദൈവം ആത്മാവായിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണവും ആത്മീകമാകുന്നു. ആയതുപോലെ തന്നെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം തികവുള്ളത് എന്ന് ശമൂവേൽ പ്രവാചകൻ പറയുന്നുണ്ട്. അത് 2 ശമൂവേൽ 22-31 വാക്യം. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചതും തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. അതുപോലെ തന്നെ വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നു 19:7, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. അത് 119-96 പറയുന്നത്, സകല സമ്പൂർത്തിക്കും അവൻ അവസാനം കണ്ടിരിക്കുന്നു, നിൻ്റെ കൽപ്പനയെ അത്യന്തം വിസ്തീർണമാക്കിയിരിക്കുന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ പൂർണ്ണതയെ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഈ 10 കൽപ്പനയുടെ സ്വഭാവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവം സ്നേഹമാകുന്നു എന്ന് 1 യോഹന്നാൻ 4:8 നാം വായിക്കുന്നു. അതുപോലെ തന്നെ റോമർ 13:10 നാം വായിക്കുന്നു, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ. അത് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോടായിട്ട് പറയുകയുണ്ടായി. അത് അവനോട്, അതായത് യേശുവിനെ കാണുവാൻ വന്ന ഒരു വ്യക്തിയോട് ഇപ്രകാരം പറഞ്ഞു. ഞാൻ വായിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:38 വാക്യമാണ്. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. അതുപോലെ തന്നെ അടുത്തതും, ദൈവം നിത്യനായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കൽപ്പനയും നിത്യമാണ്. പ്രത്യേകിച്ച് ആവർത്തന പുസ്തകം 33-27 ഞാൻ വായിക്കുന്നു, പുരാതനായ ദൈവം നിൻ്റെ സങ്കേതം. അത് സങ്കീർത്തനം 111:9 വായിക്കുന്നു, അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാവോളം ന്യായപ്രമാണത്തിന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. അത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലുമുണ്ട്. അത് ന്യായപ്രമാണം ഒരു പുള്ളി വീണു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് എളുപ്പം. അപ്പോൾ അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിത്യമാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം 10 കൽപ്പന സാൽമാർഗികത ജീവിതത്തെ, അതായത് സാൽമാർഗികത എന്ന് മലയാളത്തിൽ പറയുമ്പോൾ നല്ലതായ മാർഗം, മനുഷ്യൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടി ദൈവം കൊടുത്തതാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യേശുവിനോട് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. അതായത് സ്നേഹത്താൽ 10 കൽപ്പനയും നിറവേറുകയാണ്. ആയതുപോലെ തന്നെ വീണ്ടും അതിൻ്റെ അനന്തര നടപടിയായിട്ട് യേശു ക്രിസ്തു പറഞ്ഞു, അതായത് ആദ്യത്തെ 4 കൽപ്പനകളും ദൈവത്തോളമായ സ്നേഹമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ അവസാനത്തെ 6 കൽപ്പനകളും മനുഷ്യനും തമ്മിലുള്ളതായ സ്നേഹത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വ്യക്തി യേശുവിനെ കാണുവാൻ വന്നപ്പോൾ അവനോട് പറഞ്ഞത്, ദൈവത്തിൻ്റെ കൽപ്പന ഏത് എന്ന് ചോദിച്ചതിന്, യേശു കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19 നിന്നാണ് 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ദൈവം സ്നേഹമാകുന്നു, ദൈവം നിത്യനാണ്, ദൈവം എന്നേക്കുമുള്ളവനാണ്, അതെല്ലാം ദൈവത്തിൻ്റെ 10 കൽപ്പനകളും കാണുവാൻ നമുക്കവിടെ സാധിക്കും. അതേ, യേശുവിനെ കാണുവാൻ ഒരു വ്യക്തി വന്നപ്പോൾ അവനോട്, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലുത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. രണ്ടാമത്തേത് നിന്നെപ്പോലെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം സ്നേഹമായിരിക്കുന്ന പോലെ സ്നേഹത്തിൽ, അതായത് ദൈവവും മനുഷ്യനുമായുള്ള സ്നേഹം, മനുഷ്യനുമായുള്ള സ്നേഹത്തിൻ്റെ നിറവേറലാണ് ദൈവത്തിൻ്റെ 10 കൽപ്പന. ദൈവത്തിൻ്റെ 10 കൽപ്പന മനുഷ്യനെ ഒന്നിച്ച് നിലനിർത്തുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് സഭാപ്രസംഗി ഇപ്രകാരം പറയുന്നു. അതായത് 12-13-14 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അതെ, മനുഷ്യന് എന്താണ് ആവശ്യം? അതായത് മനുഷ്യന് വേണ്ടത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക എന്നുള്ളതാണ്.
അതായത് മനുഷ്യൻ്റെ സാൻമാർഗിക നടത്തിപ്പിന് വേണ്ടി ദൈവം നൽകിയതാണ് ദൈവത്തിൻ്റെ ഈ 10 കൽപ്പന. അത് സ്നേഹത്താൽ നിറവേറുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. വീണ്ടും റോമാലേഖനം 3:19 ഞാൻ വായിക്കുന്നു. ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നത് എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരുന്ന ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് ശിക്ഷായോഗ്യരായി തീരേണ്ടതത്രേ. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയുടെ പ്രാധാന്യം നാം ഇവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. എന്താണ് അത്? മനുഷ്യനെല്ലാവർക്കും ആവശ്യമാണ്. എന്നാൽ ഈ ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്. അത് ഇപ്രകാരമാണ്. അതായത് ഈ 10 കൽപ്പന ദൈവം കൊടുത്തത് യഹൂദന്മാർക്ക് വേണ്ടിയാണ് എന്ന് കരുതുന്നവരുണ്ട്. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശാരോഹണത്തോടുകൂടി 10 കൽപ്പന മാറ്റി അല്ലെങ്കിൽ ഇല്ലാതായി എന്ന് ഒരിക്കലും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ കൽപ്പന എന്നേക്കും ബാധകമാണ് എന്ന് യേശു ക്രിസ്തു പറയുന്നതായ കാര്യം വളരെ പ്രസക്തമാണ്. ആയതുകൊണ്ട് അതായത് ദൈവത്തുള്ളതായ കൽപ്പന നമ്മുടെ നാമുമായുള്ള ബന്ധം എപ്രകാരമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇപ്രകാരമാണ്. സങ്കീർത്തനം 40:8 എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. അതായത് സങ്കീർത്തനക്കാരൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ട് എന്ന് ആണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഈ കൽപ്പനയെ ഒരിക്കലും ഇല്ലാതാക്കിയല്ല, പിന്നെയോ അതിനെ വിപുലീകരിച്ച്, അതായത് മാഗ്നിഫൈ ചെയ്ത് കാണിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. അത് യെശയ്യാവ് എന്താണ് പറയുന്നത്? യഹോവേ തൻ്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിപ്പാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് ഞാൻ വായിച്ചത് യെശയ്യാവിൻ്റെ പ്രവചനം 42:21 അത് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 5:17 മുതൽ നാം വായിക്കുന്നത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അത് എന്താണ് ഈ ന്യായപ്രമാണത്തെ നിവർത്തിക്കുക എന്നത്? അത് മറ്റൊന്നുമല്ല, തൻ്റെ ജീവിതത്തിൽ താൻ അത് അനുസരിച്ച് കാണിച്ചു. ആയതുകൊണ്ട് കർത്താവ് പറയുന്നത് എന്താണ് നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം. അതായത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ, സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൻ്റെ ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. അതേ ഈ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം മലയാളത്തിൽ വള്ളി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വരയാണ്. ഒരു പുള്ളി എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു കുത്താകാം, അല്ലെങ്കിൽ ഒരു കോമായാകാം. അത് ഈ പറയുന്നതായ കാര്യങ്ങൾ ഒരിക്കലും മാറിപ്പോവുകയില്ല എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ, ഇല്ല ന്യായപ്രമാണം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന അനേകരുണ്ട്. അത് മറ്റൊന്നിനുമല്ല, അവർ എല്ലാം പറയും, പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദത്തിനെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് അവർക്ക് പ്രയാസം. അതുകൊണ്ടാണ് കൽപ്പന മാറിപ്പോയെന്ന് പറയുന്നത്. പക്ഷേ ഇന്നും കൊല ചെയ്താൽ ജയിലിനകത്ത് കിടക്കും, അത് മോഷ്ടിക്കുകയാണെങ്കിൽ ജയിലിനകത്ത് കിടക്കും, അത് സമൂഹത്തിൻ്റെ നിയമമാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ 10 കൽപ്പനയും അത് ദൈവം തന്ന നിയമമാണ്, എൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി. ആയതുകൊണ്ട് അത് മാറിപ്പോയിട്ടില്ല. അത് ഇന്നും രക്ഷാപദ്ധതിയുടെ ഒരു വിശേഷമേറിയ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായിട്ട് അത് റോമാലേഖനം 3:20 പറയുന്നത്, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല, ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. അത് ന്യായപ്രമാണം ചെയ്യുന്നത് എന്താണ്? അത് ഒരു കണ്ണാടി മാതിരി നമ്മുടെ ദേഹത്തുള്ള അഴുക്കിനെ ചൂണ്ടിക്കാണിക്കുന്നു. അത് അങ്ങനെയുള്ള അതായത് റിഫ്ലക്റ്റ് യുവർ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവത്തെ കാണിക്കണം. എങ്ങനെയുള്ളതാണ്? പാപപങ്കിലമായ നമ്മുടെ സ്വഭാവത്തെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വീണ്ടും റോമാലേഖനം 7 പറയുന്നത്, ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്തല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന നമ്മിലുള്ളതായ പാപത്തെ, അതെ, മോഹിക്കരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്ത് എന്തെങ്കിലുമുള്ളതായ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നാം ചെയ്യേണ്ടത് എന്താണ്? അവയെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ കഴുകപ്പെട്ടവരായി, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി തീരണം.
അങ്ങനെയുള്ള ഒരു രക്ഷാപദ്ധതിയാണ് യേശു ക്രിസ്തു ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. വീണ്ടും റോമാലേഖനം 9:13 ഞാൻ വായിക്കുന്നു, എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ ഒരു നാളും വരുത്, പാപമത്രേ മരണമായി തീർന്നത്. അത് നന്മയുള്ളത് അതിനെക്കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടി വരും, കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടത് തന്നെ. അതായത് കൽപ്പന നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്നല്ല, പാപം. അതായത് 1 യോഹന്നാൻ 3:4 ഞാൻ വായിക്കുന്നത്, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം എന്താണ്? അധർമ്മം തന്നെ. അത് ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ കൽപ്പനാ ലംഘനമാണ്, ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ എന്ന് അവിടെ വായിപ്പാൻ സാധിക്കും. ആയതുകൊണ്ട് നാം പാപം ചെയ്യാതിരിക്കാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? അതിനുവേണ്ടി ദൈവത്തിൻ്റെ കൃപ യാചിക്കണം, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. വീണ്ടും റോമാലേഖനം 4:15 ഞാൻ വായിക്കുന്നത്, ന്യായപ്രമാണമോ കോപത്തിന് ഹേതുകരമായ ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല. അതെ, വീണ്ടും 5:13 വായിക്കുന്ന, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്ന ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. അപ്പോൾ ന്യായപ്രമാണം ഉള്ളതുകൊണ്ട് എന്താണ്? പാപത്തെക്കുറിച്ച് ഞാൻ അറിയുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്താണ്? അവർക്ക് രക്ഷയ്ക്ക് നിദാനമായി എത്തുന്നു. റോമാലേഖനം 1:16, അതായത് സുവിശേഷം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, അത് യഹൂദനും പിന്നെ യവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പോൾ സുവിശേഷം എന്താണെന്ന് പറയുന്നത്, നാം വിശ്വസിക്കുന്ന ഏവനും, അതെ എല്ലാവർക്കും, അതായത് യോഹന്നാൻ 3:16 നാം വായിക്കുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണമാണ് ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത്. ആയതുകൊണ്ട് നമുക്ക് രക്ഷയ്ക്ക് നിദാനമായിരിക്കുന്ന മറ്റൊന്നുമല്ല, എന്താണ്? യേശു ക്രിസ്തു ആകുന്നു. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 4:12 വായിക്കുന്നത്, മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതെ, മത്തായിയുടെ സുവിശേഷം പറയുന്നത് 1:20 ഞാൻ വായിക്കുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ നമ്മുടെ രക്ഷകനാരാണ്? മറ്റാരുമല്ല, യേശു ക്രിസ്തു ആകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ദൈവത്തിൻ്റെ 10 കൽപ്പന ബാധകമാണ്. അത് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ 10 കൽപ്പന അനുസരിച്ചതുപോലെ നാമും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കും. അതിനെക്കുറിച്ച് എബ്രായ ലേഖനം ഇപ്രകാരം പറയുന്നു, എന്താണ്? 10:15-16, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അരുളിച്ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഇനി ഞാൻ ഓർക്കയില്ല എന്ന് പറയുന്നു. അതായത് ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതുക എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രക്തം അത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി വൃത്തിയാക്കുന്നു, അല്ലെങ്കിൽ അതിലുള്ള അഴുക്കുകളും കറകളും അല്ലെങ്കിൽ ഈവൻ എന്തെങ്കിലും പോയ്സൺ വരെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുവാണ്ടൊക്കെ രക്തത്തിന് സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൽപ്പന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ജെരമായ പ്രവാചകൻ എഴുതിയിട്ടുണ്ട് 31 മുതൽ 33. അതായത് ദൈവം ഈ കാലഘട്ടത്തിന് ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം എന്താണ്? എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. നമുക്കറിയാം, നമുക്ക് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മളാരും പറയാതെ തന്നെ ചെയ്യുന്നു. കണ്ണിനെക്കുറിച്ച് പറയുമ്പോൾ കണ്ണ് പെട്ടെന്ന് അങ്ങടയും. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മുടെ കണ്ണിന് നേരെ വരികയാണെങ്കിൽ അത് ദൈവം നൽകിയിരിക്കുന്ന ഒരു കഴിവാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുകയാണെങ്കിൽ അതിന് ആരും അല്ലെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. രക്തം നമ്മുടെ ജീവിതത്തിൽ ഒഴുകുന്ന പോലെ ദൈവത്തിൻ്റെ കൽപ്പന എൻ്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുകയാണ്, അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അപ്പോൾ ആ ഒരവസ്ഥയിൽ അത് എന്താണ്? ദൈവത്തിൻ്റെ 10 കൽപ്പന നമ്മുടെ എന്നേക്കുമുള്ള ഭാഗമായിട്ട് മാറുന്നു. അതാണ് ദ ഇറ്റേണൽ ബേസ് ഓഫ് ദ ലോ ഓഫ് ദ 10 കമാൻഡ്മെൻറ്റ്സ്. അതായത് അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. പാപം വന്നതിന് ശേഷം ആ ഒരു ചിന്താഗതിയിൽ നിന്നും മനുഷ്യൻ വഷളനായി തീരുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെയും വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ, യേശു ക്രിസ്തുവിനെ കാണുവാനൊക്കെ വേണം ഒരു വ്യക്തി വന്നിട്ട് അവനോട് ചോദിക്കുകയാണ്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 22 ഞാൻ വായിച്ചതാണ്. അതായത് അവന് വളരെ ഒരു ന്യായശാസ്ത്രിയായിരുന്നു. അവൻ്റെ മനസ്സുകൊണ്ട് അവന് നല്ലവനായി ജീവിക്കണം എന്നുള്ളതായ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവന് യേശുവിൻ്റെ അടുത്ത് വന്നു. അവനോട് പറയുകയാണ്, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനോടും കൂടെ സ്നേഹിക്കണം, ഇതാകുന്നു
ഏറ്റവും വലിയതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമമാണ്. എന്താണ്? കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. രണ്ടാമത്തെ കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിലും സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്നേഹം, ആ സ്നേഹത്താൽ നിൻ്റെ ദൈവത്തെ നീ സ്നേഹിക്കുക. എങ്ങനെ? പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആരോഗ്യത്തോടും പൂർണ്ണ ശക്തിയോടും, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ. അതുപോലെ തന്നെ നിൻ്റെ സഹോദരനെ കൂട്ടുകാരനെ എങ്ങനെ സ്നേഹിക്കണം? നിന്നെപ്പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ അത് എത്രമാത്രം ഉള്ളടക്കം ഉണ്ട് എന്ന് നാം ചിന്തിക്കുക. കാരണം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദ ഹോൾ ഹാർട്ടഡ്, അതായത് പൂർണ്ണമായി സ്നേഹിക്കുക. അവിടെ ഒരു കുറവുമില്ല. നമുക്കറിയാം, ഒരു കുടത്തിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കവിഞ്ഞൊഴുകും എന്ന് പറഞ്ഞതുപോലെ പൂർണ്ണത എന്ന് പറയുമ്പോൾ അത് കവിഞ്ഞൊഴുകും. പിന്നെ അതിനകത്ത് കൊള്ളുവാൻ അതിനകത്ത് ഉൾക്കൊള്ളുവാൻ സ്ഥലമില്ല. ആയതുപോലെ നമ്മുടെ ഹൃദയം കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ആത്മാവ് കൊണ്ടും ദൈവത്തെ സ്നേഹിക്കുക. അത് ഒരു പൂർണ്ണമായ സ്നേഹമാണ്. അതിലൊരു കുറവ് ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്നേഹമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആയതുകൊണ്ട് നമ്മുടെ സ്നേഹം എപ്രകാരമുള്ളതാണ്? അതും പ്രത്യേകിച്ച് യേശുക്രിസ്തു, അതായത് സ്വർണ്ണ നിയമം എന്ന് പറയുന്ന രീതിയിൽ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:12, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ. അതായത് ഞാൻ മറ്റുള്ളവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ ഇതുകൊണ്ട് എന്താണ്? അതായത് ദൈവത്തിൻ്റെ കൽപ്പന വേറുകയാണ്. വീണ്ടും കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14:15 ഞാൻ വായിക്കുന്നത്, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അതായത് നമുക്കറിയാം, സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്ന് വളരെ പ്രസിദ്ധനായ ഒരു മലയാളി കവി എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ വ്യക്തി എഴുതിയത് എന്തുകൊണ്ടാണ്? സ്നേഹത്തിൻ്റെ അർത്ഥം അത് വലുതാണ്. ഇവിടെ പറയുന്നത്, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അത് വീണ്ടും 15 യോഹന്നാൻ തന്നെ 15:10 പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. വീണ്ടും 1 യോഹന്നാൻ 4:4 മുതൽ 7 വരെ ഞാൻ വായിക്കുന്നത്, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഇത് ആര് പറയുന്നത്? ഞാൻ പറയുന്നതല്ല, ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. അതേ, സത്യം അവനില്ല. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്ക് ഉള്ള പഴയ കൽപ്പനയെ തന്നെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനമാകുന്നു, ദൈവത്തിൻ്റെ വചനമാകുന്നു. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക. പിന്നെ വീണ്ടും റോമാലേഖനത്തിൽ വായിക്കുന്നത് 7:22, ഉള്ളം കൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. ആയതുപോലെ വീണ്ടും പറയുന്നു, ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളും അല്ല, അത് ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത്. ആയതുകൊണ്ട് വീണ്ടും യാക്കോബ് പറയുന്നത്, വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ ചതിക്കാതെ അത് ചെയ്യുന്നവരായി ഇരിപ്പീൻ. അതെ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കേണ്ടത് പോലെ നടക്കട്ടെ ഉണ്ട്. പിന്നെ വെളിപാട് പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആയതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. ദൂത് കേൾപ്പിച്ചതിനായ നന്ദിയോടെ സ്തോത്രം. അതിന് പ്രകാരം ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. എല്ലാം യേശുവിൽ കൂടി താഴ്മയുടെമിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.